5 സെന്റ് സ്ഥലത്ത് 3 ബെഡ്റൂമിന്റെ വീടെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തുമാത്രം സൗകര്യങ്ങളായിരിക്കും. നമുക്ക് വീടൊക്കെ ചെറുത് മതി, അത്യാവശ്യം സൗകര്യങ്ങൾ മതി. പുറത്ത് കുറച്ച് സ്ഥലമൊക്കെ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വീടാണ്. വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിന് വളരെ അടുത്താണ്. വെറും 300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന 2 വീടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് കടന്നു വരുമ്പോഴുള്ള ആദ്യത്തെ വീട് സെയിലായതാണ്. രണ്ടാമത്തെ വീടാണ് സെയിലിനായിട്ട് മാർബിൾ ഹോംസ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒരു കോമ്പൗണ്ടിൽ 2 വീടാണെങ്കിൽ പോലും നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാളുണ്ട്. നിങ്ങൾക്ക് അവിടെ ഗേറ്റ് വെക്കണമെങ്കിൽ അതും കൂടി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്നുണ്ട്. പക്ഷേ 5 സെന്റ് സ്ഥലത്ത് 5 സെന്റ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കൂടുതലും വരുന്നുണ്ട്. 5,150 ലാൻഡ് അളവ്. 3 ബെഡ്റൂമിന്റെ വീട് 1760 സ്ക്വയർ ഫീറ്റിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോമ്പൗണ്ട് കടന്ന് നേരെ അകത്തേക്ക് വന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ടൈല് പാകിയ മുറ്റമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 3 കാറുകൾ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇന്നോവ പോലുള്ള വലിയ വാഹനങ്ങൾ വരെ നിങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. മെയിൻ ആയിട്ട് നിങ്ങൾക്കൊരു പാർക്കിംഗ് ഏരിയ കിട്ടുന്നുണ്ട്. നമ്മുടെ വീട് ഇതാണ് കാണുന്നത്. ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ്. ചില പോർഷനുകളിൽ മാത്രം ചെറിയൊരു ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡുള്ള ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു എലിവേഷൻ ആണ് വീടിന് വരുന്നത്. ധാരാളം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. കാർ പോർച്ച് ഒക്കെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. നമ്മൾ വീടിനകത്തേക്ക് എൻ്റർ ചെയ്ത റൈറ്റ് സൈഡിലേക്കാണ് കവേർഡ് പോർച്ച് കിട്ടുന്നത്. അവിടെ നമുക്ക് ഒരു കാർ പാർക്ക് ചെയ്യാം. പില്ലറുകളാണെങ്കിലും ബാക്കിലുള്ള വോൾ ആണെങ്കിലും ഒക്കെ നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ബാൽക്കണിയുടെ പോർഷനൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആണ്. താഴെ നിന്നാലും മുകളിൽ നിന്ന് കാഴ്ചകൾ കാണാനും ഒക്കെ നല്ലൊരു വ്യൂ ആയിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്കിംഗ് നിങ്ങൾ കണ്ടു. ബാക്കി 2ഉം 3ഉം കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാം. വലിയ വാഹനങ്ങൾ വരെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. മതിലിന്റെ ഇന്നർ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈനും പെയിന്റിങ്ങും നിറയെ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെടിച്ചട്ടികളൊക്കെ വെക്കണമെങ്കിൽ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ വളരെ വൈഡായ ഏരിയ ആണ്. നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ എൻഡിലാവുമ്പോൾ നിങ്ങൾക്ക് അവിടെ കിണർ കാണാം. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് കിണർ തന്നെയാണ് മെയിൻ സോഴ്സ് വരുന്നത്. നല്ല വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് KW വാട്ടർ വേണമെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. കിണർ കഴിഞ്ഞ് ബാക്കിലേക്ക് നമുക്ക് കുറച്ച് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊരു ചെറിയ ഗേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ലാവിഷായിട്ട് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. മെറ്റൽ ഷിപ്പ് വിരിച്ചിട്ടുണ്ട്. ചെടികളൊക്കെ നടാനും പച്ചക്കറി തോട്ടത്തിനൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. കിച്ചണിന്റെ ഭാഗത്തൂടെ കടന്നു വരുമ്പോൾ വർക്ക് ഏരിയക്കായിട്ടുള്ള ഫ്ലോറ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള റൈറ്റ് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ തിരിച്ചു പോകുന്നത്. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ഈ കാണുന്നതാണ്. വളരെ വിശാലമായിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള വലിയൊരു സിറ്റ് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പഴയ വീടുകളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള വലിയ വരാന്തകൾ കാണാറുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 4 5 ചെയറുകൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം എൻട്രൻസ് ഡബിൾ പില്ലർ മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ഷോ ലൈറ്റുകളും മുകളിലൊക്കെ ചെറിയ LED ലൈറ്റുകളും വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു സ്പേസ് ഇതുപോലെ ചെയ്തിട്ട് അതിനിടയിലെല്ലാം മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്ന് അത് ആസ്വദിക്കുക കൂടി ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ പില്ലർ നോക്കുവാണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് വരുന്നത്. അവിടെയായിട്ട് നിങ്ങൾക്കൊരു ഷൂ റാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഫ്രണ്ട് പോർഷൻ വീടിന്റെ ഇങ്ങനെയാണ്. മെയിൻ ആയിട്ട് വരുന്ന ആ ഡോർ നോക്കിക്കോളൂ. ഈസ്റ്റ് ഫേസിംഗ് ആണ്. കിഴക്കോട്ടാണ് ദർശനം വരുന്നത്. സ്റ്റീലിലാണ് ഡോർ നല്ല സ്ട്രോങ് ആയിട്ടും നല്ലൊരു ഡിസൈനിലും ചെയ്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് ഇതാണ്. ഫ്ലോർ ടൈലുകൾ നമുക്ക് ആദ്യം നോക്കാം. അധികം ഒന്നും കാണാത്ത ഗ്രേ കളറിൽ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ലെഫ്റ്റിലും സ്ട്രേറ്റും ആയിട്ട് നമുക്ക് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലുള്ള പോർഷൻസ് എല്ലാം തന്നെ വിൻഡോസിന്റെ നോക്കിയാൽ കാണാം പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഇതുപോലൊരു ഷെൽഫ് അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള പ്ലാന്റ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ വോൾ നോക്കിക്കോളൂ. എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ഭംഗിയായുള്ള ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV വെക്കാനായിട്ട് ആ വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് TV വെച്ച് കഴിഞ്ഞാൽ ദൂരെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിഷന് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ നല്ലൊരു ലെങ്തി ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് എൻട്രൻസ് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിറയെ ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റൈൽസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഡൈനിങ് ഹാൾ ആണ്. 13.5 അടി നീളവും 12 അടി വീതിയുമാണ് വരുന്നത്.
നമുക്ക് ഏത് ഷേപ്പിലുള്ള ഓവലോ റൗണ്ടോ സ്ക്വയറോ എങ്ങനെയുള്ള ഡൈനിങ് ടേബിളും ഇവിടെ പ്ലേസ് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ബാക്കിയുള്ള 3 വലിയ വിൻഡോസ് ആ ഭാഗത്തുമായിട്ടാണ് വരുന്നത്. റൂഫിന് നല്ല രീതിയിലുള്ള വർക്കുകളും സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ വാഷ് ഏരിയ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് മൊറോക്കൻ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ജെറയുടെ ആ ഒരു ഓവൽ ഷേപ്പിലുള്ള വലിയൊരു വാഷ് ബേസിനാണ് അത് വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. അതിന്റെ താഴെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 14 അടി നീളവും 10.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസിന് വരുന്നത്. അവിടെ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ ഇതുപോലെ തന്നെ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ഡിസൈനുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബ് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഹാഫ് സർക്കിളിന്റെ ഷേപ്പ് വരുന്ന ഭംഗിയുള്ളൊരു മിററാണ് ഡ്രസ്സിംഗ് ടേബിളിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ലീഫി ഡിസൈൻ വരുന്ന വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജെറയിലാണ് വരുന്നത്. ഇവിടുത്തെ കിച്ചൺ നോക്കുവാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആണ്. നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചന്റെ ഡയറക്ഷൻ വരുന്നത്. നല്ലൊരു കൗണ്ടർ ടോപ്പ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് ആണ്. അത്യാവശ്യം വലിയൊരു ചെയർ ഇട്ടേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. മുകളിൽ നല്ല പാനലിംഗ് വർക്കുകളും 2 ഹാങ്ങിങ് ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സൗകര്യത്തിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ഡിസൈൻ വരുന്ന ടൈലാണ്. അതിന് മാച്ച് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ക്യാബിനറ്റ്സും വരുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലും ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി കൊടുത്തിട്ടാണ് ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പൈപ്പ് കണക്ഷൻ നിങ്ങൾ കണ്ടു. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. ഡോർ തുറന്നാൽ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോറിന്റെ കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നുണ്ട്. നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് അവിടെ ചെയ്തെടുക്കാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഫുഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിൻഡോ വരുന്നുണ്ട്. അകത്ത് ഗ്രില്ലൊക്കെ ഇട്ട് സേഫ് ആക്കിയിട്ടുണ്ട്. ടഫിന്റെ ഗ്ലാസ് ആണ് വരുന്നത്. റൂഫിനും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വലിയൊരു ഹാളാണ്. നേരെ നമ്മൾ കടന്നു വരുന്നത് അപ്പർ ലിവിംഗ് ഹാളിലേക്കാണ്. അപ്പർ ലിവിംഗ് സ്പേസ് ഇതാണ്. നോക്കിക്കോളൂ, വളരെ ലെങ്തി ആയിട്ടും വിട്ടോട് കൂടിയിട്ടും വളരെ വലിയൊരു ഏരിയ തന്നെയാണ് അപ്പർ ലിവിംഗിനായിട്ട് ചെയ്തിരിക്കുന്നത്. ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഡിസൈനുകളോടുകൂടി പാനലിംഗ് വർക്കൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ റൈറ്റ് സൈഡിലായിട്ടും ബാക്കിയുള്ള 2 വിൻഡോസ് ആണ് കിട്ടുന്നത്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈനും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്ന് നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്കൊരു റീഡിംഗ് ടേബിൾ കം ഇതുപോലൊരു അറേഞ്ച്മെന്റ് കൂടി കിട്ടുന്നുണ്ട്. മുകളിലൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. താഴെയും ഡ്രോസ് കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ, കുട്ടികൾക്ക് പഠിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് സ്റ്റെപ്പ് കയറി നമ്മൾ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന സമയത്ത് താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 എണ്ണം കാണാനുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അളവ് നോക്കുവാണെങ്കിൽ 13-10 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രേറ്റ് 3 വിൻഡോസ് വരുന്നുണ്ട്. റൂഫ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വലിയൊരു വാർഡ്രോബ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ തൊട്ടടുത്ത് കാണുന്ന ഡോറ് ബാൽക്കണിയിലേക്കാണ്. വലിയൊരു ബാൽക്കണി തന്നെയാണ് ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. വലിയൊരു സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. താഴെ നിന്നുള്ള പില്ലറിന്റെ കണ്ടിന്യൂഷൻ മുകളിലേക്ക് വരുന്നുണ്ട്. ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കോൺക്രീറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ കൗണ്ടർ ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലെ പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ബാക്കിയുള്ള സൈഡുകളെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് ഔട്ട് ഫ്രെയിം നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത്. വേറൊരു ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാളിന്റെ റൈറ്റ് സൈഡിൽ നമ്മളൊരു ബെഡ്റൂമും ബാൽക്കണിയും കണ്ടു. നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയാണ് നിങ്ങളുടെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം വരുന്നത്. 14-11 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. ഇവിടെ വിൻഡോസ് ഉണ്ട്. 2 സിംഗിൾ വിൻഡോസ് ഈ ഒരു ഭാഗത്തുമാണ് വരുന്നത്. റൂഫ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഉണ്ട്. ചുറ്റിനും ഒരു ബോർഡർ പോലെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. എയർ ഹോളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിളും വാർഡ്രോബുകളും കൂടെ ഒന്നിച്ച് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. നല്ലൊരു കളറാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിനകത്ത് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഒക്കെ എവിടെയാണ് വെക്കേണ്ടതെന്ന് കാണണ്ടേ? ഇവിടെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കിട്ടുന്നുണ്ട്. വലിയൊരു സ്പേസ് തന്നെയാണ് യൂട്ടിലിറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. റൂഫ് നമുക്ക് കവർ ചെയ്തെടുക്കാം.
അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വലിയ ഒരു ഏരിയയും ഇവിടെ ആയിട്ടാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ടെറസ് ഓപ്പൺ ആണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള നിങ്ങളുടെ എല്ലാ അറേഞ്ച്മെന്റ്സും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. 5 സെന്റിൽ 3 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കേട്ടത്. ഇത് നിങ്ങൾ പരിചയപ്പെട്ട ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയുള്ള ഡിസ്റ്റൻസിലാണ്. ഒരു കോമ്പൗണ്ടിനകത്ത് 2 വീടുകളാണ് വരുന്നത്. അതിനകത്തുള്ള ഒരു വീടാണിത്. ഒരു കോമ്പൗണ്ടിൽ 2 വീടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ പ്രൈവസി കിട്ടുന്നുണ്ട്. കോമ്പൗണ്ട് വാള്, ഗേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള വലിയൊരു മുറ്റം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത. ബിക്കോസ് ഇത് 5 സെന്റ് ലാൻഡിൽ 3 ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 5 സെന്റിൽ കുറച്ചുകൂടെ കൂടുതൽ ലാൻഡ് വരുന്നുണ്ട്. 5.15 സെന്റിൽ 1760 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 5.15 ആണ് ലാൻഡ് അളവ്. 1760 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. വർക്ക് ഏരിയയ്ക്കായിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് കാർ പാർക്കിംഗ് ആണ്. നമ്മുടെ വീട്ടിലെ കോമ്പൗണ്ടിൽ ഒരു 3 കാറുകൾക്ക് വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീടിന്റെ ബാക്ക് സൈഡിലും ഒക്കെ നമുക്ക് നല്ല ഏരിയയും കിട്ടുന്നുണ്ട്. ഇത്ര ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 85 ലക്ഷം രൂപയാണ്. 85 ലാക്സ് എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നിങ്ങൾക്ക് അറിയണ്ടേ? ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്റർ. NIA എല്ലാവർക്കും അറിയാം. NIA അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടേക്കൊക്കെ വെറും 6 കിലോമീറ്ററും കളമശ്ശേരി കുസാറ്റിലേക്ക് 7 കിലോമീറ്ററും. HMT ജംഗ്ഷൻ നോക്കിയാൽ 8 കിലോമീറ്റർ കൊണ്ട് എത്താം. നമുക്ക് ഇടപ്പള്ളി ഭാഗത്തേക്ക് 12 കിലോമീറ്റർ ആണ്. ഇൻഫോ പാർക്ക് സ്റ്റാഫിനാണെങ്കിലും എളുപ്പമാണ്. വെറും 13 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് 14 കിലോമീറ്റർ. വളരെ ഈസി ആയിട്ട് എത്താം. ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു വീടിന് 85 എന്നുള്ളത് വലിയൊരു റേറ്റ് ഒന്നുമല്ല. പക്ഷെ നിങ്ങൾ മാർബിൾ ഹോംസ് വഴി വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി ഞങ്ങൾ വാങ്ങിച്ചു തരും. കുറച്ച് ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ നമുക്കത് അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്ക് ലോണിൽ ചെയ്തു തരാം. ലോണിന്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും. ഒന്നല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ലോൺ എടുത്ത് തരുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുത്തില്ല എങ്കിൽ ജസ്റ്റ് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ തിരിച്ചു വിളിച്ചോളാം. അപ്പൊ എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്പറുകൾ സ്ക്രീനിൽ കാണാലോ, പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.